ഓം ഗുരുദേവ ചരണം ശരണം. ഗുരുദേവ ഭക്തരെ, ശ്രീനാരായണ ഗുരുവിൻ്റെ വിവേകാനന്ദൻ എന്ന പേരിൽ പ്രശസ്തി നേടിയ ദിവ്യശ്രീ സത്യവ്രത സ്വാമികളുടെ സമാധി ശതാബ്ദി കടന്നു വന്നിരിക്കുകയാണ്. 2025 സെപ്റ്റംബർ മാസം 2 തീയതി മുതൽ 2026 സെപ്റ്റംബർ മാസം 2 തീയതി വരെയുള്ള ഒരു വർഷക്കാലം സ്വാമിയുടെ ശതാബ്ദി എല്ലാവരും ആചരിക്കേണ്ടതാണ്, കൊണ്ടാടേണ്ടതാണ്. കാരണം ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനായ പുണ്യാത്മാവായിരുന്നു സത്യവ്രത സ്വാമി. സ്വാമി സമാധിയായപ്പോൾ ഗുരുദേവൻ മൊഴിഞ്ഞത് ജാതിയില്ലായ്മ, ജീവിത വിശുദ്ധി, ഈ 2 കാര്യങ്ങളിൽ സത്യവ്രതൻ ബുദ്ധനെയും ജയിച്ചയാളാണ് എന്നാണ്. ഭഗവാൻ ബുദ്ധനെയും ജയിച്ചയാൾ എന്ന് ഗുരുദേവൻ ഒരാളെക്കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കണം. ഡോക്ടർ പുൽപ്പ് കുമാരനാശാൻ തുടങ്ങിയ ഒരു വലിയ ഗൃഹസ്ഥ ശിഷ്യ സഞ്ചയവും, ശിവലിംഗ സ്വാമി, ബോധാൻ സ്വാമി, നടരാജ ഗുരു തുടങ്ങിയ ഒരു വലിയ സന്യസ്ത ശിഷ്യ സംഘവും ഗുരുദേവനുണ്ടായിരുന്നു. സി കേശവൻ പറഞ്ഞു, സത്യവ്രത സ്വാമിയെപ്പോലെ ഒരു ശിഷ്യൻ ശ്രീനാരായണ ഗുരുവിന് ഉണ്ടായിട്ടില്ല. സത്യവ്രത സ്വാമി 33ാമത്തെ വയസ്സിലാണ് സമാധി പ്രാപിക്കുന്നത്. പ്രസിദ്ധമായ ആലുവ സർവ്വ സമ്മേളനത്തിൻ്റെ ശില്പി, സംഘാടകൻ, സെക്രട്ടറി സത്യവ്രത സ്വാമിയായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിലേക്ക് ഒഴുകി വന്ന ആളും അർത്ഥവും സത്യവ്രത സ്വാമിയുടെ പ്രഭാഷണത്തിലൂടെയാണെന്ന് കോട്ടുകോയ്ക്കൽ വേലായുധൻ മാസ്റ്റർ രേഖപ്പെടുത്തുന്നു. SNDP യോഗത്തിൻ്റെ മൈക്കായിരുന്നു, ഉച്ചഭാഷണിയായിരുന്നു സത്യവ്രത സ്വാമി. മൈക്ക് ഇല്ലാതിരുന്ന അക്കാലത്ത് സത്യവ്രത സ്വാമിയുടെ ഉജ്ജ്വലമായ പ്രഭാഷണം കൊണ്ടാണ് SNDP യോഗം ശ്രീനാരായണ ഭക്തർ ഇളകി മറിഞ്ഞ് പ്രസ്ഥാനത്തെ ശക്തമാക്കിയത്. അങ്ങനെയുള്ള ആ മഹാപുരുഷൻ ആചാര്യ സന്ദേശ പതാക ഏന്തി ഇന്ത്യാമഹിക്കപ്പുറവും വീശാനിരുന്നു. ഈ വിവേകാനന്ദ പ്രഭാവൻ സമുദായ ജീവൻ എന്ന് പള്ളത്തുരാമൻ സ്വാമി സമാധിയായപ്പോൾ കവിത എഴുതി. ഗുരുദേവൻ്റെ സന്ദേശവും വഹിച്ചുകൊണ്ട് ഇന്ത്യൻ സമുദ്രത്തിനും അപ്പുറത്ത് ഗുരുസന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാൻ നിശ്ചയിക്കപ്പെട്ട ദേഹമാണ് 33ാമത്തെ വയസ്സിൽ സമാധി പ്രാപിച്ചത്. ഗുരുദേവൻ അരുളി ചെയ്തു, ആ പുണ്യാത്മാവിൻ്റെ ജീവിത ദർശനം ജനങ്ങളിടയിൽ പരത്താൻ ശ്രമിക്കണം. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആരും അതിന് കാര്യമായി ഒന്നും ചെയ്തതായി കണ്ടില്ല. ഞാൻ സ്വാമിയുടെ ജീവിത ചരിത്രം ഗ്രാമാന്തരങ്ങളിൽ, വീടാന്തരങ്ങളിൽ കയറി ഇറങ്ങി ശേഖരിച്ച് സ്വാമിയുടെ സമഗ്രമായ ജീവചരിത്രവും സ്വാമിയുടെ സമ്പൂർണ്ണ കൃതികളും പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ശിവഗിരി മഠത്തിൽ ആ ഗ്രന്ഥം കിട്ടും. എല്ലാവരോടും ഞാൻ പറയുന്നു, സ്വാമിയെക്കുറിച്ച് പഠിക്കണം, ഗുരുദേവൻ്റെ കൽപ്പന ഉൾക്കൊള്ളണം. സ്വാമിയിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം എങ്ങനെ പ്രചരിച്ചു എന്നറിയണം. പൂർവാശ്രമത്തിൽ നായർ സമുദായത്തിൽ ജനിച്ച അയ്യപ്പൻ പിള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ വിവേകാനന്ദൻ എന്ന പേരിൽ സത്യവ്രത സ്വാമിയായ ചരിത്രം രോമാഞ്ചമണിയിക്കുന്നതാണ്. ആ പുണ്യാത്മാവിൻ്റെ ജീവിത ദർശനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ ശതാബ്ദി വേളയിലെങ്കിലും എവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ശിവഗിരി മഠം എല്ലാവരെയും ഉദ്ബോധിപ്പിക്കുകയാണ്. ശതാബ്ദി ആചരണ പരിപാടികൾ ഗംഭീരമായി നിർവഹിക്കണം. നമസ്കാരം.